ഹലോ ഗായ്സ്, ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോകുന്നത് പെപ്പെ നായകനായ കാട്ടാളൻ സിനിമയുടെ റിവ്യൂ ആണ്. വലിയ ഹൈപ്പ് ഉണ്ടാക്കാൻ ശ്രമിച്ച ഒരു ആക്ഷൻ സിനിമ. പക്ഷേ തിയേറ്ററിലിരുന്ന് കാണുമ്പോൾ എനിക്ക് വലിയ മാസ് തരുന്ന രംഗങ്ങൾ കുറവായിരുന്നു. സിനിമയുടെ തുടക്കത്തിൽ തന്നെ നമ്മൾക്ക് KGF, സലാർ പോലെയുള്ള സിനിമയുടെ ഫീൽ വരുന്നുണ്ട്. ചില ഷോട്ടുകളും അവതരണ രീതികളും മുമ്പ് കണ്ട സിനിമകളെ ഓർമ്മിപ്പിക്കും. പക്ഷെ അതിൽ നിന്നും തന്റേതായ ഒരു വ്യക്തിത്വം ഈ സിനിമയ്ക്ക് ഉണ്ടാക്കാൻ കഴിഞ്ഞു എന്നതാണ് ചോദ്യം. ആക്ഷൻ സീനുകൾ മോശമല്ല. ക്ലൈമാക്സിലെ ഫൈറ്റ് സീക്വൻസ്, അതിന്റെ എഡിറ്റിംഗ്, അവ ഒക്കെ സ്റ്റൈലിഷായി അവതരിപ്പിച്ചിട്ടുണ്ട്. പക്ഷെ പെപ്പയെ കാണുമ്പോൾ നമ്മൾ പ്രതീക്ഷിക്കുന്നത് വേറൊരു എനർജിയാണ്. RTXൽ അദ്ദേഹത്തിന്റെ ഓരോ അടിയും തിയേറ്ററിൽ ആഘോഷമായിരുന്നു. പക്ഷെ ഇവിടെ അത്ര ശക്തമായ ഇമ്പാക്ട് ലഭിച്ചില്ല. അതുകൊണ്ട് തന്നെ ഗംഭീര ആക്ഷൻ എക്സ്പീരിയൻസ് പ്രതീക്ഷിച്ചു പോകുന്നവർക്ക് കുറച്ച് മിസ്ഫീൽ ഉണ്ടാകാം. സിനിമയിലെ ഏറ്റവും വലിയ പ്രശ്നം എനിക്ക് തോന്നിയത് കഥാപാത്രങ്ങളുമായി കണക്ട് ചെയ്യാൻ പറ്റാത്തതായിരുന്നു. ജഗദീഷ് ഏട്ടൻ തന്റെ ഭാഗം നന്നായി ചെയ്തിട്ടുണ്ട്, പക്ഷേ കഥാപാത്രത്തിന് അത്ര ഡെപ്തില്ല. അതുപോലെ ചൈൽഡ് ആർട്ടിസ്റ്റ് ട്രാക്ക് കൊണ്ടും ഇമോഷൻ സൃഷ്ടിക്കാൻ ശ്രമിക്കുന്നുണ്ട്, എന്നാൽ അത് നമ്മളിലേക്ക് ശരിയായി എത്തുന്നില്ല. ഹനാൻഷ ഒരു ഡയലോഗ് പോലും ഇല്ലാത്ത ഒരു കഥാപാത്രം. ഹീറോ എന്തിനാണ് പോരാടുന്നത്? ആളുകൾ എന്തിനാണ് ഇയാളെ പിന്തുടരുന്നത്? ഈ ഇമോഷണൽ സ്കോർ സിനിമയിൽ ശക്തമായി എസ്റ്റാബ്ലിഷ് ചെയ്തിട്ടില്ല. രവി ബസൂറിന്റെ മ്യൂസിക് പതിവ് പോലെ പവർഫുൾ ആണ്, എന്നാൽ ചിലയിടങ്ങളിൽ നൽകാത്ത മാസ് എലിവേഷൻ സംഗീതം വഴി ഫോഴ്സ് ചെയ്യാൻ ശ്രമിക്കുന്ന പോലെ തോന്നി. VFXലും ചില പ്രശ്നങ്ങൾ ഫീൽ ചെയ്തു, പ്രത്യേകിച്ച് ഫയർ ഷോട്ട്സ്, എൻഹാൻസ്ഡ് വിഷ്വൽസ് തുടങ്ങിയവയിൽ ആർട്ടിഫിഷ്യൽ ഫീൽ ഉണ്ടായിരുന്നു. ഇന്നത്തെ ചില സോഷ്യൽ മീഡിയ ക്രിയേറ്റർ ഇതിൽ നന്നായി ചെയ്യും. ഡയലോഗുകൾക്കും പ്രതീക്ഷിച്ച പഞ്ച് കിട്ടിയില്ല. പെപ്പയുടെ ഡയലോഗ് ഡെലിവറി ചില ഭാഗങ്ങളിൽ ഫോഴ്സ്ഡായി തോന്നി. ചില മാസ് ഡയലോഗ്സ് കയ്യടി വാങ്ങേണ്ടതായിരുന്നു, പക്ഷെ തിയേറ്ററിൽ ആ റെസ്പോൺസ് ഉണ്ടായില്ല. സ്ക്രീൻ പ്ലേ ഒരുപാട് സിനിമ ഇൻസ്പിറേഷൻ എടുത്ത ടെംപ്ലേറ്റ് പോലെയാണ് തോന്നിയത്, പക്ഷേ അതിന്റെ സ്വന്തം ആത്മാവ് സിനിമയിൽ കുറവായിരുന്നു. ഇതെല്ലാം പറഞ്ഞിട്ടും സിനിമ മോശമാണെന്ന് പറയാൻ പറ്റില്ല. ഫൈറ്റ് കൊറിയോഗ്രാഫി കിടിലമാണ്, ക്ലൈമാക്സ് വിഷ്വൽസ് എല്ലാം കിടിലമാണ്. സിനിമയുടെ ദൈർഘ്യം 2 മണിക്കൂർ മാത്രമായത് കൊണ്ട് വലിയ ലാഗ് ഫീൽ ചെയ്തില്ല. അതിനാൽ ഈ സിനിമ ഒരു ആവറേജ് സിനിമയാണ്. എന്നെ സംബന്ധിച്ച് കാട്ടാളൻ എന്ന സിനിമ ഒരു ആവറേജ് സിനിമയായിരുന്നു. വലിയ ഹൈപ്പിലേക്കോ പൂർണ്ണ പരാജയത്തിലേക്കോ മാസ് മൂവ്മെന്റ്സ് ഉണ്ടാക്കാൻ സിനിമ ശ്രമിക്കുന്നുണ്ട്, പക്ഷേ ഇമോഷണൽ കണക്ഷൻ ഇല്ലാത്തത് കൊണ്ട് അതിന്റെ ഇമ്പാക്ട് കുറയുന്നു. എന്നാൽ ഇതെന്റെ മാത്രം അഭിപ്രായമാണ്. സിനിമ ഓരോരുത്തർക്കും വ്യത്യസ്തമായ അനുഭവം നൽകാം. നിങ്ങൾക്ക് ഇഷ്ടപ്പെടാനും ഇഷ്ടപ്പെടാതിരിക്കാനും സാധ്യതയുണ്ട്. ഈ സിനിമ നിങ്ങൾ കണ്ടിട്ടുണ്ടെങ്കിൽ അഭിപ്രായം കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തും. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. അടുത്ത വീഡിയോയുമായി വീണ്ടും വരാം. ബൈ.